ഹായ് എവരി വൺ, വെൽക്കം ടു ദ വീഡിയോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബാക്ക് ചാം ആണ്. ഈ ബാക്ക് ചാം അല്ലെങ്കിൽ നമുക്കിത് കീ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 പോർഷൻസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഈ ടൈ ചെയ്തേക്കുന്ന ഈ ഒരു ടൈ ഉണ്ടല്ലോ, അതൊരു പോർഷൻ, പിന്നെ ഈ ലീഫ്, പിന്നെ ഫ്ലവർ. അപ്പോൾ ഇങ്ങനെ 3 പോർഷൻസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ആദ്യം ഈ ടൈ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ യാൺ തന്നെ എടുക്കുക. ദെൻ ലീഫിനും ഗ്രീൻ യാണ്, പിന്നെ ഫ്ലവറിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് യാൺ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ പിന്നെ ഇപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ് വരുന്നതിൽ ഫസ്റ്റ് വണ്ണിൽ ഞാൻ സ്റ്റിച്ചസ് കാണിച്ചു തരാം. അടുത്ത നെക്സ്റ്റ് നമ്മൾ ഓരോ സെക്ഷൻസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ സ്റ്റിച്ചസ് മേളിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് 55, ഞാൻ പറഞ്ഞ ടൈ ചെയ്യുന്ന സംഭവത്തിന് നമുക്ക് 55 ചെയിൻ വേണം. അപ്പോൾ അതിന് ആദ്യം സ്ലിപ്പ് നോട്ട് ഇടുക. ഓക്കെ, സ്ലിപ്പ് നോട്ട് ഇടാനായിട്ട് നമ്മുടെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഫിംഗറിൽ കൊണ്ടുപോവുക. സ്ലിപ്പ് നോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇടാം. ഓക്കെ, ഇവിടെ ഒരു നോട്ട് വരണം. ഇതുണ്ട്, ഇതേപോലെ ഒരു നോട്ട് വരണം. അതാണ് സ്ലിപ്പ് നോട്ട്. ഇനി ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ട്, നമ്മുടെ ഈ ചെയിൻ ഇങ്ങനെ നമ്മുടെ ഹുക്ക് ഇതുപോലെ യാണിനകത്തല്ലേ ഉള്ളത്, അതിനെങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്കിവിടെ ഒരു വി കിട്ടും. ഇത് കണ്ടോ, ഇവിടെ ഒരു വി കിട്ടും. അതേപോലെ തന്നെ നമ്മൾ 55 ചെയിൻ ചെയ്യണം. ഓക്കെ, 55 ചെയിൻസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിത് പോസ് ചെയ്തിട്ട് 55 ചെയിൻ ചെയ്യാം. അതിനുശേഷം ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി 55 ചെയിൻ ചെയ്തതിന് ശേഷം ഇതൊന്നിങ്ങനെ വലിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇതേപോലെ നമുക്ക് ഒരു ചെയിൻ കിട്ടും. ഇതാണ് നമ്മൾ ലീഫും ആ ഫ്ലവറും കൂടി ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ചെയ്ത് 55 ചെയിൻസ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ചോളാം. ഇത് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ ലീഫിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത്. ഇനി ലീഫ് ചെയ്യാൻ വേണ്ടി സെയിം ഗ്രീൻ കളർ യാണ് എടുക്കുക. ഗ്രീൻ കളർ യാണ് എടുത്തതിന് ശേഷം നമുക്കിവിടെ 16 ചെയിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ 16 ചെയിൻ ചെയ്യണം. അതിനുവേണ്ടി എങ്ങനെയായിരുന്നു നമ്മൾ 1 2 3 4 ഇങ്ങനെ നമ്മൾ 16 ചെയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഈ ഓരോ ചെയിനകത്തും, അതായത് ഈ ആദ്യത്തെ വി ഒഴിച്ചിട്ട് രണ്ടാമത്തെ ഈ വി തൊട്ട്, ഇതാണ് ഒരു ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ചെയിൻ തൊട്ട് നമ്മൾ കുറച്ച് സ്റ്റിച്ചസ് ഈ എൻഡ് വരെ ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു സ്റ്റിച്ച് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പം ഞാൻ ഇതിനകത്ത് മേളിലിവിടെ എൻ്റെ ഷോർട്ട് ഫോംസ് ഇടാം. അതെന്ത് സ്റ്റിച്ചാണെന്നുള്ളത് ഞാൻ പറയാം. അത് ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം ഇതിൻ്റെ അതർ സൈഡ്, ഈ ഒരു സൈഡ് നമ്മൾ ചെയ്യണം, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം. ഈ വി ഉണ്ടല്ലോ, വീട് ഇപ്പുറത്തെ സൈഡും ചെയ്യണം. വീട് ഇപ്പുറത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ചസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് സൈഡ് ഞാൻ സിംഗിൾ ക്രോഷേ ചെയ്യണം. ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടി ഇത് കണ്ടോ, ഞാൻ ഈ ആദ്യത്തെ വി ഇടുന്നുണ്ട് കേട്ടോ. ഈ ആദ്യത്തെ വി എടുക്കുന്നില്ല, ഈ രണ്ടാമത്തെ വി കണ്ടോ, ഈ രണ്ടാമത്തെ വീല് നമ്മളിപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാൻ പോവാം. അതിന് വേണ്ടി ഈ ഹുക്ക് ഉണ്ടല്ലോ, ഹുക്ക് നമ്മൾ ഈ രണ്ടാമത്തെ ഈ ചെയിനിനകത്ത് കൂടി കൊണ്ടുപോവുക. എന്നിട്ട് ഈ യാണിനെ ഇങ്ങനെ പുള്ളി ചെയ്ത് പുറത്ത് കൊണ്ടുവരാം. പുറത്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഹുക്കിൽ 2 യാണുണ്ടല്ലേ, അതിനെ ഒന്നുകൂടി ഇവിടെ പുള്ളി ചെയ്ത് ഇതിൻ്റെ പുറത്തുകൂടി കൊണ്ടുവന്നാൽ ഇത് സിംഗിൾ ക്രോഷേ. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഞാൻ മേളിൽ കാണിച്ചേക്കുന്ന പോലെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. അടുത്ത ചെയിൻ എടുക്കുക. അത് കഴിഞ്ഞ് വരുന്ന ചെയിൻ ഇതല്ലേ, ആ ചെയിനിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷേ. ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആദ്യം യാൺ ഓവർ ചെയ്യണം. യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ ഈ രണ്ടാമത്തെ ഈ ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് കൊണ്ടുപോയിട്ട് ഈ യാണിനെ ഇതുവഴി വലിച്ച് പുറത്ത് കൊണ്ടുവരാം. ഇത് ഹാഫ് ഡബിൾ ക്രോഷേ ആയതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതിനെ നമ്മളിങ്ങനെ വലിച്ചിട്ട് ഇവിടുന്ന് യാണിനെ എടുത്തിട്ട് ഈ 3 ചെയിനിലും കൂടെ പുറത്ത് കൊണ്ടുവരണം. ഓക്കെ, ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷേ. ഒരു ഹാഫ് ഡബിൾ ക്രോഷേയും അടുത്തത് 3 എണ്ണത്തിൽ 3 ചെയിൻ 1 2 3, ഈ 3 ചെയിനിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷേസ് വീതം പ്ലേസ് ചെയ്യണം. അപ്പോൾ ഡബിൾ ക്രോഷേ എങ്ങനെ, ഇപ്പോൾ നമ്മൾ ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. ഇനി ഡബിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം യാൺ ഓവർ ചെയ്യുക, അടുത്ത ചെയിനിൻ്റെ അകത്തുകൂടി കൊണ്ടുപോവുക,
ഇവിടുന്ന് യാണിനെ പുള്ള് ചെയ്ത് പുറത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പം നമുക്ക് നേരത്തെ പോലെ തന്നെ 3 ലൂപ്പ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന ഡബിൾ ക്രോഷ്യ ആണ്. ഇവിടുന്ന് യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ പുറത്ത് കൊണ്ടുവരാം. ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് രണ്ടാമത്തെ ലൂപ്പിൽ കൊണ്ടുവരാം. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. 3 ഡബിൾ ക്രോഷ്യേഴ്സാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അടുത്തത് ഈ സെയിം രീതിയിൽ തന്നെ യാൺ ഓവർ നമ്മുടെ ഈ ചെയിനിനകത്തു കൂടി കൊണ്ടുപോവുക. ഇവിടുന്ന് യാണിനെ വലിച്ച് പുറത്തെടുക്കുക. 3 ചെയിനുണ്ട്. ആദ്യത്തെ 2 ചെയിനിനകത്തു കൂടി ആദ്യം, അത് കഴിഞ്ഞ് അടുത്ത ചെയിനകത്തു കൂടി. ഓക്കെ, ഇനി ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ ഒരു സൈഡ് ഫുൾ ഞാൻ കാണിച്ചു തരാം. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി യാൺ ഓവർ ഇതിനകത്തുകൂടി ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 2 സെക്കൻഡ് 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യേസ് ഇത്രയും ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ യാൺ ഓവർ ചെയ്യാം. ഈ നെക്സ്റ്റ് ചെയിനകത്തൂടെ കൊണ്ടുപോയിട്ട് പുറത്തെടുത്തിട്ട് എന്തായിരുന്നു ഹാഫ് ഡബിൾ ക്രോഷ്യ ആകുമ്പോൾ നമ്മൾ 3 ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടെ പുറത്ത് കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെ ചെയ്യാം. 3 ചെയിൻ്റെയും ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടെ പുറത്ത് കൊണ്ടുവന്ന് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ പ്ലേസ് ചെയ്തു. അടുത്ത ഒരു സിംഗിൾ ക്രോഷ്യ നെക്സ്റ്റ് നമ്മൾ ആദ്യം ചെയ്തത് ചെയിനകത്തൂടെ യാൺ ഓവർ ഒന്നും ചെയ്യണ്ട, ചെയിനകത്തൂടെ കൊണ്ടുപോയി അവിടുന്ന് നമ്മുടെ യാണിനെ പുറത്തെടുക്കുക. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഇതാണ് സിംഗിൾ ക്രോഷ്യ. ഇതിന് നമ്മൾ അടുത്തത് ചെയ്യുന്ന ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ്. സ്ലിപ്പ് സ്റ്റിച്ച് നമ്മളെല്ലാ എന്തൊരു പ്രൊജക്റ്റ് ചെയ്താലും ലാസ്റ്റ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഈ സെൻറ്ററിൽ നമുക്കൊരു ചെറുതായിട്ട് നമുക്കൊരു കനം കുറഞ്ഞിട്ടുള്ളൊരു ഏരിയ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ യാണിനെ ഇങ്ങനെ കൊണ്ടുപോയി ഇതിനെ പുറത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ ഞാൻ യാൺ ഓവർ ഒന്നും ചെയ്യുന്നില്ല. ആ കൊണ്ടുവന്ന യാണിനെ തന്നെ ഇതിനുള്ളിൽ കൂടെ പുറത്ത് കൊണ്ടുവന്നു. കണ്ടോ, ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി അടുത്തത് സിംഗിൾ ക്രോഷ്യ. അടുത്ത ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെയായിരുന്നു? യാൺ ഓവർ ചെയിനകത്തു കൂടി കൊണ്ടുപോവുക, ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഈ 3 ലൂപ്പിനകത്തു കൂടിയും നമ്മൾ യാണിനെ കൊണ്ടുവരണം. ഓക്കെ, അടുത്തത് ഒരു 3 DC, അതായത് 3 ഡബിൾ ക്രോഷ്യ ഇട്ടേക്കുന്നത്. SC എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്രോഷ്യ, DC എന്ന് പറഞ്ഞത് ഡബിൾ ക്രോഷ്യ, HDC ഹാഫ് ഡബിൾ ക്രോഷ്യ, ദെൻ SL ST എന്നിടുവാണെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഈ സ്റ്റിച്ചസ് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ കാണിച്ച സ്റ്റിച്ചസാണ് നെക്സ്റ്റ് വരുന്നത് മുഴുവൻ. അപ്പോൾ ഞാനിപ്പോൾ ഇടുന്നതനുസരിച്ചിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ എൻഡ് വരെ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ലാസ്റ്റ് കണ്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ വരെ ചെയ്തു. ഇനി എനിക്ക് ഒരു ചെയിനും കൂടെ ബാക്കിയുണ്ട്. ആ ചെയിനിൽ ഞാൻ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്ത് നമുക്ക് ഇപ്പുറത്തെ സൈഡിലെത്തണം. അപ്പോൾ ഞാനിവിടെ ഈ സൈഡിൽ നിന്നൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ടൊന്ന് കറങ്ങി വരുന്ന പോലെ ചെയ്യും. ഞാൻ ജസ്റ്റ് നമുക്ക് ഇതിനെ പിടിച്ചിങ്ങനെ കൊണ്ടുവരാം. ഒരു സിംഗിൾ ക്രോഷ്യം കൂടെ ചെയ്യുന്നു. ചെയ്തു. അതിന് ശേഷം ഞാൻ ഈ സൈഡിലോട്ട് വരുവാണേ. ആ സെയിം സ്ഥലത്ത് തന്നെ സെയിം ചെയിനകത്ത് തന്നെ ഒന്നുകൂടെ ഇട്ടിട്ട് ഒരു സിംഗിൾ ക്രോഷ്യം കൂടെ നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ സൈഡിലെത്തി. കറങ്ങി തിരിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സൈഡിലെത്തി. ഇനി അടുത്ത സൈഡിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ സെയിം സ്റ്റിച്ചസ് തന്നെ ഞാൻ മേളിലിട്ട് തരാം. സെയിം സ്റ്റിച്ചസ് തന്നെ ഓരോ ചെയിനും ചെയ്യണം. അതായത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, 3 DC, അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ അതിന് ശേഷം ഞാൻ മേളിൽ കാണിച്ചേക്കുന്ന സ്റ്റിച്ചസ് എല്ലാം ചെയ്യുക. എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് അത്രയും പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തോ. എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ബാക്കി ഞാനിടാം.
ഇതിൽ ലാസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് ചെയിൻ ഉണ്ടല്ലോ അതിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. 2 സിംഗിൾ ക്രോഷ ചെയ്യുന്നുണ്ട്. 1, പിന്നെ സെയിം ഇതിൽ തന്നെ 1 മോർ ടൈം 2 സിംഗിൾ ക്രോഷ ആയിരിക്കും. ഓക്കെ, ആ 2 സിംഗിൾ ക്രോഷ ചെയ്തതിന് ശേഷം ഈ ചെയിനിൽ അപ്പുറത്ത് കാണുന്ന ചെയിനിൽ നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ പോകുന്നു. ഇങ്ങനെ വലിക്കുക, ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ നമുക്കിത് ഈ ഒരു ലീഫിൻ്റെ നമുക്ക് ആ 2 ലീഫ് കിട്ടി. ഇതിലാണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ഫ്ലവറിനെ പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്ലവറിനെ എല്ലാ ചെയിനിനും പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇനി ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ചെയിനും കൂടി ഇടാം. എന്നിട്ട് ഇതിനെ വലിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ ലീഫാണ് വേണ്ടത്. അപ്പം നമ്മൾ ലീഫ് ചെയ്തു, പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ചെയിനും ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഫ്ലവർ ചെയ്യണം. ഇതിൻ്റെ നമ്മളിപ്പോൾ ചെയ്യുന്ന ലില്ലി ഓഫ് ദി വാലി ഫ്ലവറാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് 2 യാൺ വേണം. ഒരു ഗ്രീൻ യാണും വേണം, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം കളർ ഗ്രീൻ യാണും വേണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കളർ ഫ്ലവറാണോ വേണ്ടത് ആ കളർ യാണും കൂടി എടുക്കുക. ഗ്രീൻ യാൺ എടുത്തിട്ടുണ്ട്. ഗ്രീൻ യാൺ എടുത്തതിന് ശേഷം നേരത്തേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ആയിരുന്നല്ലോ, ഇനി നമുക്ക് ഒരു മാജിക് റിംഗ് ആണ് വേണ്ടത്. ഓക്കെ, ഒരു മാജിക് റിംഗ് ആണ് വേണ്ടത്. മാജിക് റിങ്ങിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷേസ് പ്ലേസ് ചെയ്യണം. ഈ ഒരു മാജിക് റിങ്ങിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷയാണ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു റൗണ്ട് നമുക്ക് കിട്ടും. റൗണ്ടിനകത്ത് ഇങ്ങനെ 1 സിംഗിൾ ക്രോഷേ, ഇങ്ങനെ 5 ചെയിൻസ് സിംഗിൾ ക്രോഷസ് അതിനകത്ത് ഇടുക. അതിന് ശേഷം ഇവിടെയുള്ള ഇതുണ്ടല്ലോ, ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ടൈറ്റൻ ആവും. നമുക്കിതൊരു റൗണ്ടായിട്ട് ഇത് ടൈറ്റായി. ഇനി ഈ മാജിക് റിങ് ചെയ്തതിന് ശേഷം, ഇനി ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. അതായത് നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷയില്ല, ആദ്യത്തെ സിംഗിൾ ക്രോഷയുടെ അകത്ത് കൊണ്ടുപോവുക. നേരത്തെ പറഞ്ഞ സ്ലിപ്പ് സ്റ്റിച്ച് ഈ ആണിനെ ഇതുവഴി കൊണ്ടുവന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് കണ്ടോ ഒരു റൗണ്ട് പോലെ നമുക്ക് കിട്ടും. ഇനി അടുത്ത ചെയ്യേണ്ടത്, നമ്മളിപ്പം ഫ്ലവർ ഉണ്ടാക്കുന്ന ഫ്ലവറിൻ്റെ ബോട്ടം പോർഷൻ, അതിന് വേണ്ടിയിട്ട് ഒരു 3 ചെയിനും കൂടി ഇടാം. 2, 3. ഈ ചെയിൻ ഇട്ടതിന് ശേഷം ഒരു സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് ഈ 3rd ചെയിൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അതാണ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്ന ചെയിൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഒരു ചെയിനും കൂടി ഇടണം. ഇവിടെ ഒരു ചെയിനും കൂടി ഇടാം. ശേഷം അടുത്ത ചെയിൻ, നെക്സ്റ്റ് ചെയിൻ തൊട്ട് ചെയ്യേണ്ടത് ഒരു DCയും ഒരു ചെയിനും, ഒരു ഡബിൾ ക്രോഷയും ഒരു ചെയിനും ചെയ്യണം. ഇതാണ് ഡബിൾ ക്രോഷേ, ഫുള്ള് ചെയ്യുക. ഡബിൾ ക്രോഷേ, ഒരു ചെയിന്. ഓക്കെ, അങ്ങനെ നമുക്ക് 5 സിംഗിൾ ക്രോഷയല്ലേ നമ്മൾ ചെയ്തത്. 5 സിംഗിൾ ക്രോഷേ ഇതേപോലെ ചെയ്യണം. അതായത് ഒന്നുകൂടെ കാണിച്ചു തരാം. നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ എടുക്കുക. കണ്ടോ, ഇത് നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ. അവിടെ ഒരു ഡബിൾ യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് ചെയിനകത്ത് കൊണ്ടുപോവുക. അവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്നിട്ട് പുൾ ത്രൂ ദ ഫസ്റ്റ് ട്യൂബ്. അത് കഴിഞ്ഞ് അടുത്ത 2 വഴി പുള്ളി ചെയ്യുക. എന്നിട്ട് ഒരു ചെയിനും കൂടി ഇടാം. ഓക്കെ, ഈ സെയിം തന്നെ ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ, ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ, അത് ഇവിടം വരെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് പോസ് ചെയ്തിട്ട് അത് ചെയ്യാം. നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ പോർഷനിലെത്തി. ഇനി ആ മാർക്കർ മാറ്റിയിട്ട് നമ്മളവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ വേണ്ടി പോവാം. അപ്പോൾ ഈ മാർക്കർ നമുക്കിപ്പോൾ റിമൂവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിനകത്ത് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ വേണ്ടി പോകുന്നു. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോൾ നമുക്കിത് എന്നിട്ട് ഒരു ചെയിനും കൂടി ഇടുക കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, ഒരു ചെയിനും കൂടി ഇട്ടിട്ട് ഇത് കട്ട് ചെയ്ത് കളയാം നമുക്ക്.
ഓക്കെ, ഇനി നമുക്ക് ഏതാണോ ഫ്ലവർ വേണ്ടത് ആ യാൺ എടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഹോൾ നോക്കുക. ഇതുപോലെ ഏതെങ്കിലും ഒരു ഹോള് അത് ചൂസ് ചെയ്യുക. ഹോള് ചൂസ് ചെയ്തിട്ട് നമ്മുടെ നീഡിൽ ഇതിനകത്തുകൂടെ കൊണ്ടുപോവുക. ഓക്കെ, എന്നിട്ട് ഈ യാൺ എടുക്കുക. ഈ യാൺ എടുത്തതിന് ശേഷം ഇവിടുന്ന് ഇതിനെ ഇങ്ങനെ കൊണ്ടുവരിക. ഈ യാണിനെ ഈ ഹോളിൽ കൂടെ വലിച്ച് പുറത്ത് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ ഒരു ചെയിൻ ഇടുക. 1 2 ചെയിൻ, 2 ചെയിൻ. നമ്മളിനി ഓരോ ഹോളിലും ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ബബിൾ ക്രോഷേ എന്ന് പറയും. അതായത് ഇതൊന്ന് ഞാൻ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ബബിൾ ക്രോഷേ എന്ന് പറയും. ഇവിടെ കണ്ടോ, ഇത് നമ്മൾ യാൺ ഓവർ ചെയ്ത് സെയിം ഹോളിൽ 1 അങ്ങനെ 6 തവണ ചെയ്യണം. 1 2 ലൂസായിട്ട് ചെയ്യണേ. യാൺ ഓവർ ചെയ്യുക, സെയിം ഹോളാണ്. 3 then 4 5 6 അങ്ങനെ 6 ടൈംസ് നമ്മൾ യാൺ ഓവർ ചെയ്യണം. യാൺ ഓവർ ചെയ്തിട്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ഇപ്പം നമ്മൾ എടുത്ത ഈ ഹോളിൽ കൂടെ നമ്മുടെ ഈ യാണിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ലൂസായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ടൈറ്റ് ആണെങ്കിൽ നമുക്കിത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് റിസ്ക് ആയിരിക്കും. എന്നിട്ട് ഒരു ചെയിൻ ഇടാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമുക്കിവിടെ 6 ഹോളാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ ആ ഗ്രീൻ യാണിൻ്റെ ഇടയിൽ നമുക്ക് 6 ഹോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ടത് ഇവിടുന്ന് തന്നെ അടുത്ത ഹോളിലേക്ക് ഓക്കെ ഒരു ചെയിൻ ഇടാം. ഇവിടുന്ന് തന്നെ ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം. അടുത്ത ഹോളിലേക്ക് ഇതാണ് എൻ്റെ അടുത്ത ഹോൾ, അതിലേക്ക് വരാം. എന്നിട്ട് യാൺ ഓവർ ചെയ്യുക, നമ്മുടെ നെക്സ്റ്റ് ഹോൾ എടുക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം ഒന്ന് ലൂസായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക, ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുക. ഒരു ചെയിൻ ഇടാം. ഈ സെയിം ഇത് നമ്മൾ ഈ ഒരു ബാക്കിയുള്ള ഇപ്പോൾ 2 ചെയിൻ ചെയ്തല്ലോ, ബാക്കിയുള്ള 4 ഹോളിലും ഈ സെയിം 6 ടൈംസ് യാൺ ഓവർ ചെയ്ത് ഒരു ചെയിൻ ഇട്ട് ഇവിടം വരെ കൊണ്ടുവരാം. ഇനി ഇത് 6 ചെയ്തതിന് ശേഷം ഇത് 6 ചെയ്തതിന് ശേഷം ഞാനിവിടെ എത്തി. നമ്മൾ നേരത്തെ ഇട്ട നമ്മുടെ ഒരു ഡബിൾ ചെയിൻ ഇട്ടിട്ടായിരുന്നു, അതിനകത്തൂടെ കൊണ്ടുപോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. എല്ലാ ഹോളിലും നമ്മൾ ഇപ്പം ബബിൾ ക്രോഷേ ചെയ്തു, എന്നിട്ടിപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നമുക്കിത് ഈ ബബിൾ ക്രോഷയുടെ ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ബബിൾ ക്രോഷയുടെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പിലൊക്കെ ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിപ്പം ചെയ്യാൻ പോകുന്ന 1 സിംഗിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ. പിന്നെ ഒരു സിംഗിൾ ക്രോഷേ. ഓക്കെ, ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഈ മൊത്തം ഗ്യാപ്പും നമ്മൾ ഫില്ല് ചെയ്യണം. അതായത് 6 ഹോൾസ് ഉണ്ടാവും. പിന്നെ ആ 6 ഹോൾസിൽ നമ്മൾ ഈ സെയിം സിംഗിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ ഇത്രയും ചെയ്യണം. ഓക്കെ, അത് ചെയ്തിട്ട് ഇതുപോലെ 2 ഫ്ലവർ ചെയ്യണം, 2 ഫ്ലവേഴ്സ് ചെയ്യണം. അതേപോലെ ഇതിൻ്റെ താഴെ വരുന്ന ഈ ഗ്രീൻ യാണുണ്ടല്ലോ, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അത് ഈ ഹുക്ക് ഉപയോഗിച്ചിട്ട്
ഈ ഹുക്ക് ഉപയോഗിച്ചിട്ട് ഇതാ വേണമെങ്കിൽ അകത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ആ ഹുക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ ആണിൻ്റെ ഇതിനെ നമുക്ക് അകത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം കൂടി അസംബിൾ ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, ഇതെല്ലാം നമുക്കിനി അസംബിൾ ചെയ്യണം. ഇതെല്ലാം അസംബിൾ അതിനുവേണ്ടി ഒരു നീഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഓക്കെ. ഇനി ഇത് നമ്മുടെ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, നമ്മൾ 55 ചെയിൻ ചെയ്തില്ലേ, ആ 55 ചെയിനിൻ്റെ നമ്മളിത് ഈ നീഡിൽ ഞാനിവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് പിടിച്ചോണേ, നമ്മുടെ ലീഫ് എടുക്കുക. ലീഫിൻ്റെ ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് ആ സെൻറ്റർ പോർഷനിലേക്ക് ഒന്ന് ആ ചെയിന് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കാം. ഇതാണ് നമ്മുടെ ഹാങ് ചെയ്യുന്ന ആ ഒരു പോർഷൻ വരുന്നത്. ഓക്കെ, ഇതേപോലെ ചെയിനിന് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കാം. ഇതേപോലെ കിട്ടും നമുക്കപ്പോൾ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഈ ഇതും നമ്മുടെ ഫ്ലവറിൽ സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതുണ്ടോ, ഓൾറെഡി നമ്മൾ ഇതിനകത്തൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നീഡിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഹുക്കാണെങ്കിൽ യൂസ് ചെയ്യാം. ഹുക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഹുക്ക് എടുക്കും. ഹുക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗ്രീൻ യാണിനെ നേരത്തെ നമ്മുടെ ആ ചെയിനിലുള്ള ഗ്രീൻ യാണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കെട്ടിടണം. ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബാക്ക് ചാം അല്ലെങ്കിൽ കീ ചെയിൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസിയാണ് ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ ചെയിൻ ചെയ്യുന്നു, ദെൻ ലീഫിൻ്റെ പോർഷൻ ചെയ്യുന്നു, പിന്നെ ഫ്ലവറിൻ്റെ പോർഷൻ ചെയ്യുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്ത് കളറാണോ യൂസ് ചെയ്യേണ്ടത് ആ കളറിലെ ഫ്ലവർ യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബാക്ക് ചാം വരുന്നത്. എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും സ്റ്റിച്ചസ് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റിച്ചസ് എന്താണെങ്കിലും മേളിലൊന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി.